കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂൾ പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയികളായവർ ക്യാബിനറ്റ് പാർലമെന്റ് അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. 49 സ്ഥാനാർത്ഥികളിൽ നിന്ന് 16 പേരാണ് വിജയികളായത്. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടത്തിയ സ്കൂൾ തെരഞ്ഞെടുപ്പിൽ വിജയികളായവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. I, Harinanda, do swear in the name of God that I will bear truth, faith and allegiance to Gayatri Central School and that I will uphold the sovereignty and integrity of the school, that I will faithfully and consciously discharge my duties as the Prime Minister of the School Parliament 2024 and that I will do right to all manner of people in accordance with the rules and regulations of the school without fear or favor, affection or ill will. Thank you. Do swear in the name of God that I will bear true faith and allegiance to Gayatri Central School and that I will uphold the sovereignty and integrity of the school, that I will faithfully and consciously discharge my duties as Health Minister of this School Parliament 2024 and that I will do right to all manner of people in accordance with the rules and regulations of the school without fear or favor, affection or ill will. Elected as a candidate to fill a seat in the School Parliament, do swear in the name of God that I will bear true faith and allegiance to Gayatri Central School and that I will uphold the sovereignty and integrity of our school and that I will faithfully discharge the duty upon which I am about to enter. Have been elected as a candidate to fill a seat in the School Parliament, to swear in the name of God that I will bear truth, faith and allegiance to Gayatri Central School and that I will uphold the sovereignty and integrity of our school and that I will faithfully discharge the duty upon which I am about to enter. Rishi Rajesh of Pi Diamond have been elected as a candidate to fill a seat in the School Parliament. Do swear in the name of God that I will bear true faith and allegiance to Gayatri Central School. ജൂലൈ 5-നാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ പുറപ്പെടുവിച്ചത്. തുടർന്ന് 9-ാം തീയതി മുതൽ പത്രികാ സമർപ്പണവും 11-ാം തീയതി പത്രിക പിൻവലിക്കലും 15-ാം തീയതി സൂക്ഷ്മ പരിശോധനയും നടത്തി. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും വിവിധ ഡിവിഷനുകളിലായി 49 സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 18-ാം തീയതി മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിക്ക് ശേഷം 20-ാം തീയതി രാവിലെ 9:30 മുതൽ വോട്ടെടുപ്പ് നടപടി ആരംഭിച്ചു. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച അലക്സ് എം ജോർജ്, സജീവ് ചന്ദ്രൻ, നാദിർ ഷാ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകി. 6 ബൂത്തുകളിലായി നടത്തിയ വോട്ടെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ നടത്തി. 49 സ്ഥാനാർത്ഥികളിൽ നിന്നും 16 പേർ വിജയികളായി. തുടർന്ന് ഏറ്റവും കൂടുതൽ ശതമാനം വോട്ടുകൾ നേടിയവരെ ക്യാബിനറ്റ് പദവിയിലേക്ക് തെരഞ്ഞെടുത്തു. 7-ാം ക്ലാസ്സിലെ ഹരിനന്ദ പ്രധാനമന്ത്രിയായും കാർത്തിക് വി, അഷ്ട്രിയ കൃഷ്ണ, ഋഥി എസ് എന്നിവർ മന്ത്രിമാരായി ചുമതലയേറ്റു. 9-ാം ക്ലാസ്സിലെ അഷ്ടമി സിയാണ് സ്പീക്കർ. 10-ാം ക്ലാസ്സിലെ ശിവജി കെ ജ്യോതി പ്രതിപക്ഷ നേതാവായും ചുമതലയേറ്റു. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട അഷ്ടമി സിയെ പ്രോടൈം സ്പീക്കറായ ശ്രദ്ധ മുരളീകൃഷ്ണൻ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. തുടർന്നാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ജനാധിപത്യത്തിന്റെ സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പുതിയ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തതെന്ന് സ്കൂൾ ചെയർമാൻ സി ഷാജി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ലീന ശങ്കർ, വൈസ് പ്രിൻസിപ്പൽമാരായ വിനീത പിള്ള, ഷീജ പി നായർ, ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ, ഒബ്സർവർമാരായ ശ്രുതി വിജയൻ, കവിത രാജൻ, സൂസൻ ജോർജ്, സിനു മോൾ, IT ഓഫീസർ ഉദയകുമാർ ബി തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.